എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വിഗ്ഗി ബ്ലോഗ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ 11 മണിക്ക് ലോഗിൻ ചെയ്ത് കയറിയെങ്കിൽ പോലും ഏകദേശം 4 മണി 5 മണിയായി സമയം. ഈ നല്ല വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ക്യാമറ പെട്ടെന്ന് ചൂടാൻ സാധ്യത. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ബ്ലോഗിങ് ഞാൻ ചെയ്യാതിരുന്നത്. എനിക്കൊരു ഓർഡർ കിട്ടിയ സ്ഥലമെന്ന് പറയുന്ന നേപ്പാൾ വെസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ കസ്റ്റമറിന് ഫുഡ് കൊടുത്തിട്ട് തിരിച്ചു വരുന്നൊരു വഴിയാണ്. ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ്. കാരണം വളരെയധികം മനോഹരമായിട്ട് കാഴ്ചകൾ കുറേ ഉള്ള ഒരു സ്ഥലമാണ് ഈ നേത്രാലയം എന്ന് പറയുന്നത്. എന്നാൽ അതിനെക്കാട്ടിലുപരിയായിട്ട് രാത്രി വരുന്ന യാത്രക്കാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. കാരണം ഈച്ചയുടേതായിട്ടുള്ള പല സ്ഥലങ്ങളും രാത്രി വരുന്നത്. ഇപ്പോൾ പോലും എന്താ പറയുക, കണ്ണിലോട്ട് ഒരുപാട് ഈച്ചകൾ അടിച്ച് കയറുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്കത് വക വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അങ്ങനെ പോവുക, നമ്മുടെ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ സ്വിഗ്ഗിയിൽ ഇപ്പം ഏകദേശം 2 വർഷത്തോളമായി ജോയിൻ ചെയ്തിട്ട്. പക്ഷേ ഞാൻ പുതിയ റേറ്റ് കാർഡിലോട്ട് മാറി. അത്യാവശ്യം വലിയ മോശമില്ലാത്ത രീതിയിലുള്ള വരുമാനം പുതിയ റേറ്റ് കാർഡിൽ എനിക്ക് കിട്ടുന്നുണ്ട്. സൊമാറ്റോയെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വലിയ കണ്ടീഷൻസിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടില്ല. അപ്പം ഏകദേശം നമ്മുടെ ഒരു ടൈം വർക്ക് ചെയ്യുക, അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു ഏണിങ് നേടുക, പോകുക, അത്രേ ഉള്ളൂ. കാരണം സൊമാറ്റോയിൽ ഞാനിപ്പം വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു കണ്ടീഷൻസാണ്. അവർക്ക് രാത്രി നിൽക്കണം, രാവിലെ ഇറങ്ങണം, ഉച്ചയ്ക്ക് നിൽക്കണം, അങ്ങനെ കുറേ പല വിധത്തിലുള്ള കുറേയധികം അതായത് നമ്മളൊരു രൂപ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിറങ്ങുമ്പോൾ നമുക്ക് ടൈറ്റായിട്ടുള്ള കുറേ കണ്ടീഷൻസാണ് ഇത് സൊമാറ്റോയ്ക്കുള്ളത്. എന്നാൽ സ്വിഗ്ഗിയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഇവിടെ പാർട്ട് ടൈമാണ് എടുത്തിരിക്കുന്നത്. നോക്കട്ടെ, ഇവിടെ കുറേ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട്. എന്താ പറയുക, സൊമാറ്റോ അല്ലേ. സൊമാറ്റോയിൽ നിന്ന് മാറി ഞാൻ സ്വിഗ്ഗിയിലോട്ടും ഓടാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഈ സമയത്തിൻ്റെതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുള്ളത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 8 മണിക്ക് ഇറങ്ങി രാത്രി 10 മണി വരെ കണ്ടിന്യൂ 14-15 മണിക്കൂർ ഓടുകയാണ്. എന്നാൽ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 1600 1700 മായമായിട്ടുള്ള രീതിയിൽ ഏൺ ചെയ്യുകയാണ്. പക്ഷേ ഇപ്പം ഒരു 14 അല്ലെങ്കിൽ 15 മണിക്കൂർ വർക്ക് ചെയ്താൽ ടെൻഷൻ കൂടുതൽ, ഓടുന്ന കിലോമീറ്റർ കൂടുതൽ, കിട്ടുന്ന പൈസ മാത്രം കുറവ്. അപ്പോൾ അവർ ഒന്നുമല്ലാത്ത രീതിയിലുള്ള കുറേ ഓഫറുകളൊക്കെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് ഓടുന്നത്. എന്തായാലും അതിൻ്റെ അത്രയും ഇല്ലെങ്കിലും അതിനോട് അടുത്ത വിധത്തിൽ കുറച്ച് മാന്യമായിട്ടുള്ളൊരു ഏണിങ് കമ്പനി ഇപ്പോൾ ഇവിടെ എനിക്ക് തരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഹാപ്പി. കമ്പനിക്ക് വലിയ മോശമില്ലാത്ത ഓർഡർ ഓടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം തിരുവല്ല സോണിനെ സംബന്ധിച്ചിടത്തോളം സൊമാറ്റോ ആണോ സ്വിഗ്ഗി ആണോ ലാഭം എന്ന് ചോദിക്കുകയാണെങ്കിൽ പുതിയ റേറ്റ് കാർഡിലായാലും പഴയ റേറ്റ് കാർഡിലായാലും അത്യാവശ്യം ഓർഡർ ഉണ്ടെങ്കിൽ സ്വിഗ്ഗിയാണ് ലാഭം. കാരണം വലിയ ടെൻഷൻ എടുത്ത് ഓടേണ്ട ആവശ്യമില്ല. ഇതിപ്പം സ്വിഗ്ഗിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതിയ റേറ്റ് കാർഡിലോട്ട് മാറിയപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അത്യാവശ്യം നല്ല ഏണിങ് ഉണ്ടെങ്കിൽ സൊമാറ്റോയേക്കാൾ കുറച്ച് ദൂരം കുറഞ്ഞ് ഓടിയാൽ മതി. അതാണ് ഞാൻ കാണുന്ന ഒരു പ്ലസ് പോയിന്റ്. ഞാൻ സൊമാറ്റോയിൽ ഏകദേശം ഒരു 160-170 കിലോമീറ്റർ 800 രൂപ ഉണ്ടാക്കുന്നത് കൂടുമ്പോൾ ഇവിടെ അതൊരു 110 120 അല്ലെങ്കിൽ 130 കിലോമീറ്ററിൽ വരെ ഒതുക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു 800 രൂപ ഉണ്ടാക്കാൻ 120-130 കിലോമീറ്റർ നമുക്ക് സ്വിഗ്ഗിയുടെ പുതിയ റേറ്റ് കാർഡിൽ ഓടിയാൽ മതി. അതാണ് ഞാൻ കണ്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ സ്വിഗ്ഗി ആയാലും സൊമാറ്റോയിലായാലും തിരുവല്ല സോണിൽ വർക്ക് ചെയ്യുന്ന ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം ഓടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഗുണമെന്ന് പറയുന്നത്, ഇഷ്ടംപോലെ കാഴ്ചകൾ നമുക്കിപ്പം കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ മേപ്രാല്, ചാത്തങ്കിരി, അങ്ങനെ കുറേയധികം സ്ഥലങ്ങൾ, ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടുപോകാൻ ഒരുപാട് ഏരിയ നമുക്കിവിടെ തിരുവല്ല സോണിൽ വർക്ക് ചെയ്യുന്ന ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം. അപ്പം വരുമാനത്തോടൊപ്പം എന്താ പറയുക, നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഞാൻ സത്യത്തിൽ ഈ ഡെലിവറി ജോലി തുടങ്ങിയ പിന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ശരിക്ക് കാണാൻ തുടങ്ങിയത്. ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറേയധികം സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഏണിങ് എനിക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ലാഭമാണോ എന്ന് ചോദിച്ചാൽ 100% ലാഭം എന്ന് പറയില്ലെങ്കിൽ പോലും മാന്യമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ കിട്ടുന്നത്.
പിന്നെ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ നഷ്ടം എന്ന് പറയാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഓട്ടത്തിൻ്റെ അറിയാമല്ലോ, ഈ റോഡുകളൊക്കെ പല രീതിയിലും മോശമായിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. അപ്പം ഈ ഓടുന്ന റോഡുകളെ അനുസരിച്ച് വണ്ടിക്ക് പണി കൂടുതൽ നന്നായിട്ട് വരുന്നുണ്ട്. അത് വണ്ടിപ്പണി കൂടുതലുള്ളൊരു ജോലിയാണ് ഈ ഡെലിവറി ജോലി എന്ന് പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഓട്ടോ അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്ന ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എന്തുമാത്രം എക്സ്പെൻസ് വരുന്നുണ്ട്. വർഷം ടാക്സ്, മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഇയർലി ടാക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ടാണ് തൽക്കാലം നമുക്ക് ഈ ജോലി പിടിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ജോയിൻ ചെയ്യാൻ വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കരുതും അദ്ദേഹം പോകുന്ന കുറേ പേര് ബൈക്കും ബാഗും ഒക്കെ തൂക്കിക്കൊണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ സുഖകരമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു ജോലിയല്ല ഈ ഡെലിവറി ജോലി എന്ന് പറയുന്നത്. ഒരു ഫുഡ് ഡെലിവറി ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര കഠിനമായിരിക്കില്ല. പക്ഷേ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ പോലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുന്നത് അവർക്കറിയാം ഈ ഡെലിവറി ജോലിയുടെ മെയിൻ ഇഷ്യൂ എന്താണെന്ന്. കാരണം എന്താ പറയുക, അവർക്ക് രാവിലെ ഹബ്ബിൽ പോയി സാധനം എടുക്കുക, ആ സാധനം തിരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വലിയൊരു ലോഡും ചുമന്നുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പം അവർക്ക് അങ്ങനെ ഒരുപാട് ലോഡ് ചുമന്നിടണം. അതേസമയം ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ലോഡ് ക്യാരി ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു. അതാണ് ആകെയുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ടെൻഷനുണ്ട് കേട്ടോ. ടാർഗറ്റുകളാണ് ഓരോ സോണുകളെ ഡിപ്പെൻഡ് ചെയ്താണ്. ടാർഗറ്റുകളുണ്ട്, ഓഫർ ടാർഗറ്റ് ആകാം, ഓർഡർ ആകാം, എന്തോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓടുന്നവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം കാരക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് ഇരിക്കുന്നത്. അപ്പം തിരുവല്ലയിൽ വന്ന് ഈ ഒരു ജോലി തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറേയധികം സ്ഥലങ്ങൾ ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഈ മേപ്പാൽ അല്ലെങ്കിൽ ചാത്തഗിരി എന്ന് പറഞ്ഞ നമുക്ക് പറയുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്കിവിടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒന്നും ഉള്ള ഏരിയ അല്ല. പക്ഷേ ഈ ഒരു ജോലി തുടങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് പരിചയങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു സൗഹൃദങ്ങൾ കുറേ ഈ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഈ ജോലിയുടെ ഒരു പ്രത്യേകതയാണ്. നല്ലൊരു റിലേഷൻ, അതായത് ഒരുപാട് ഫാമിലീസിനോട് നല്ലൊരു കണക്ഷൻസ് നമുക്ക് ഈ ജോലി വഴി. അപ്പം നമ്മുടെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് കസ്റ്റമറോട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കസ്റ്റമർ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്ന ഒരു സോൺ തന്നെയാണ് ഈ തിരുവല്ല എന്ന് പറയുന്നത്. സോ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ ഈ തിരുവല്ലയിലെ സമീപ പ്രദേശങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാം. സത്യം പറഞ്ഞാൽ മൂഡ് തോന്നുന്ന പോലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ സ്വാമിപാലം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. സ്വാമിപാലം അഴിയടത്തിയറ ചെന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കോട്ട് പോകും. റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കറങ്ങി തിരിഞ്ഞ് തിരുവല്ലയിലേക്ക് ഉണ്ടാകും. തിരുവല്ലയിലെ കൈലാസം എന്ന് പറയുന്നത് കേട്ടോ, മേപ്പാൽ പോകാം. ഈ സ്ഥലമാണ് അഴിയടത്തിയറ. ഒരിടയ്ക്ക് ഈ റോഡിൽ കൂടെ വരുന്ന കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര ദേഷ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. അപ്പം ഏകദേശം 2-3 മാസത്തിന് മുകളിലായതേ ഉള്ളൂ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഒരു ലെവലിലാക്കിയത്. അതിനുമുമ്പ് പൊട്ടിപ്പൊളിച്ച് പൊടിയും പറന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഈ ഹെൽമെറ്റൊക്കെ ഇട്ട് കണ്ടിന്യൂ നമുക്ക് ഓടി വെയിലും കൊണ്ട് പൊടിയും കൂടെ കൊള്ളുമ്പോഴത്തേക്ക് ചീത്ത പറയാ ഇതുങ്ങളൊക്കെ ഓർഡറൊക്കെ വരുമ്പോൾ. ഇപ്പം ഓക്കെ. അപ്പം നമ്മൾ സ്വാമി അഴിയടത്തിയറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ട റൈറ്റിലോട്ടാണ്. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഓർഡർ സാധ്യത കുറവാണ്. റൈറ്റിലോട്ട് തന്നെ പോകാം. ഓക്കെ, ഈ ഒരു റോഡെന്ന് പറയുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവർക്ക് കാംഭാഗം അല്ലെങ്കിൽ എടത്തുവ കായംകുളം ഭാഗത്തോട്ട് പോകുന്നവർക്ക് എളുപ്പ വഴിയാണ്. അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവർ റായിക്കാട് കഴിഞ്ഞിട്ട് ഇടിഞ്ഞില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് പോകുന്നത്. ഇത് നേരെ പോകുന്നത് കാംഭാഗം റോഡിലോട്ടാണ്. കാംഭാഗത്ത് ചെന്നിട്ട് നമുക്ക് പൊടിയാടിയിൽ നിന്ന് ലെഫ്റ്റ് പോയ പരുമല, കായംകുളം, റൈറ്റ് പോയ എടത്തുവ. ഓക്കെ, അങ്ങനെ പോകാൻ എളുപ്പ വഴിയാണ്. അപ്പം ടൗണിൽ അത്രയും ബ്ലോക്കുകൾ ഒഴിവാക്കാൻ പറ്റും നമുക്ക് ഈ ഒരു റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ. ഓക്കെ, പറഞ്ഞു. അപ്പോൾ ഈ റോഡിലൂടെ പോകുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് അത്ര ഈസി ആയിട്ടുള്ള റോഡല്ല ഇത്. കാരണം ഒരുപാട് അപകട സാധ്യതകളുണ്ട്. കാരണം വളവ്, തിരിവ്, വീതി കുറവ്. റോഡ് നല്ല സുഖകരമാണ്. അപ്പം ആക്സിലേറ്റർ കൊടുക്കാനും അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാനും ഒക്കെ തോന്നും. പക്ഷെ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ സേഫ്റ്റി മറ്റുള്ളവരുടെ സേഫ്റ്റി. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. സ്വിഗ്ഗിയിലായാലും സൊമാറ്റോയിലായാലും നമുക്ക് നല്ല കുറേ പ്രീമിയം കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഏരിയയാണ് ഈ അഴിയടത്തിയറ, മേപ്പാല്, ചാത്തൻകരി. അപ്പം നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവല്ലയുടെ എല്ലാ ഏരിയയും മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം.
പിന്നെ വീഡിയോസ് പകുതിയും വൈകിട്ട് തന്നെയായിരിക്കും എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഉച്ച സമയത്തൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം ക്യാമറയിലോട്ട് അടിച്ചു കഴിയുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. കാരണം എടുത്ത വീഡിയോസ് പകുതിയും കാണത്തില്ല ഈ വെയിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ മാക്സിമം ട്രൈ ചെയ്യാം. നല്ല വീഡിയോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നിടത്തോളം ക്യാപ്ചർ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം. ഓക്കെ, എൻ്റെ പൊന്നു ചേട്ടാ വന്ന് പെട്ടെന്ന് പോകും, സമയമില്ല. ഓക്കെ, എവിടെയും പോകും. സോ ഇതാണ് എബനേസർ മർത്തോമ പള്ളി ഭാഗം. ഓക്കെ, ഇവിടുന്ന് റൈറ്റാണ് കാമഭാഗത്തോട്ട് പോകുന്നത്. എനിക്ക് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്, അപ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ട് ഇറങ്ങാം. ഓക്കെ, ഈ റോഡിൽ നിന്ന് ഇറങ്ങുന്നത് കാമഭാഗത്ത് നിന്ന് നേരെ കാമഭാഗത്തു നിന്ന് മുത്തൂർ പോകുന്ന റോഡാണ്. അതായത് മുത്തൂർ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ബില്ലുവേഴ്സിലോട്ടൊക്കെ പോകേണ്ടവർക്ക് എളുപ്പ റോഡാണ്. ഒന്ന് ഹോൺ അടിച്ചേക്കാം, ഒന്ന് ബഹുമാനിച്ചേക്കാം. ഒന്ന് ബ്രേക്ക് പിടിച്ചേക്കാം തൽക്കാലം. അയ്യോ, പോട്ടെ ടിൻഡിങ്. ക്യാമറ ഇളകിയോ എന്നൊരു സംശയം. നോക്കാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മെയിൻ റോഡിലോട്ട് ഇറങ്ങി, അതായത് ഭാഗത്തുനിന്ന് നേരെ കായംകുളത്ത് തിരുവല്ല റോഡിലോട്ട് ഇറങ്ങണേ. അപ്പോൾ പാലം ഒന്ന് ചവിട്ടിയേക്കാം, ബഹുമാനിച്ചേക്കാം എതിരെ വരുന്നവരെ. ഇതാണ് ഇഷ്യൂ. വീതി കുറഞ്ഞ പാലം. ഓക്കെ, പോയേക്കാം. വീണ്ടും കുഴി. ഇതാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പാണ്. ഇത് സപ്ലൈക്കോടെയാണ്. അപ്പം തിരുവല്ലയിൽ പുതുതായിട്ട് തുടങ്ങിയ CNG യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അതായത് തിരുവല്ലയിലുള്ളവർക്കൊക്കെ CNG ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പാലിയേക്കര എത്തിയിരിക്കുകയാണ്, പാലിയേക്കര പള്ളി. ഓക്കെ, ഈ സ്ഥലത്തിന് മേളം ജംഗ്ഷൻ, അമ്പളി ജംഗ്ഷൻ ഒക്കെ പറയും. ഓക്കെ, വേഗം. ഇതാണ് പാലിയേക്കര പള്ളി. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റ് ജംഗ്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്, തിരുവല്ലയിലെ പ്രധാന മാർക്കറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് വലത്തെ സൈഡിൽ കാണുന്നതാണ് ഫാമിലി കോടതി. ഓക്കെ, കുടുംബ കോടതി. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് MGM സ്കൂള്. ഓക്കെ, അകത്തോട്ട് പോയി കഴിഞ്ഞാൽ സെൻറ്റ് മേരീസ് സ്കൂളുണ്ട്. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ജംഗ്ഷൻ തിരുവല്ല. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിന് തീരെ വീതി കുറവ്, ആളുകളുടെ വട്ടം ചാടൽ, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ഇതൊന്ന് കയറി പോകാൻ എനിക്കൊന്ന് കയറി പോകാമായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ താലൂക്ക് ആശുപത്രി ജംഗ്ഷനിലോട്ട് എത്തി. അതായത് റവന്യൂ ടവർ ജംഗ്ഷനോ എന്താ വേണേലും പറയാം. റൈറ്റ് സൈഡിൽ താലൂക്ക് ആശുപത്രി, ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ ടവർ തിരുവല്ല. അതുപോലെ നമ്മുടെ പ്രീമിയം ഔട്ട്ലെറ്റ്,
ഇവിടെയാണ് എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കൂടാരപ്പള്ളി. ഇത് പ്രശസ്തമായിട്ടുള്ളൊരു കത്തോലിക്ക പള്ളിയാണ്. ഓക്കെ, നമുക്ക് തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു ചായ കുടിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് തട്ടുകട വല്ലതും ഉണ്ടെങ്കിൽ ഒരു ചായ കുടിക്കണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കട്ടെ. ഇനി അങ്ങോട്ട് ബ്ലോക്കിൻ്റെ മേളിൽ ബ്ലോക്ക് ആയിരിക്കും. നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നേരെ ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോവാം. അതാണ് നല്ലത്. BSNൻ്റെ താഴെ ഇങ്ങനെ പോയി വിശ്രമിക്കാം. എന്തായാലും ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഓർഡർ വരാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ പോയി വിശ്രമിച്ച് ഉടനെ കുറേ നേരം ഇരിക്കാം. ഓക്കെ, എനിക്കൊന്ന് ആരോ വിളിക്കുന്നുണ്ട്, നോക്കട്ടെ. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറയുക. നമ്മുടെ പിള്ളേർ പോകുന്ന പോക്കണ്ടില്ല, എല്ലാം പറന്ന് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ MC റോഡിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് ക്യാമറ തൽക്കാലം അഴിച്ചു വെക്കാം. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കാം ആരാ വിളിച്ചതെന്ന്, എന്തിനാ വിളിച്ചതെന്നൊന്നും അറിയത്തില്ല. നോക്കാം. ഓക്കെ, വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കും. ഓക്കെ, അപ്പോൾ എല്ലാം പറയല്ലേ, ബൈ.